നമസ്തേ. എല്ലാ മനുഷ്യന്റെയും അസ്തിത്വത്തിന്റെ അന്വേഷണം ചെന്നെത്തുന്നത് തന്റെ കർമ്മം എന്താണെന്ന് തിരിച്ചറിയുന്നതിലാണ്. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെ നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവര് കർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് അതിലേക്ക് അർപ്പിച്ചതുകൊണ്ടാണ് അവർക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സാധാരണ വിജയത്തെ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ വിജയത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യരൊക്കെ എപ്പോഴും എന്താണ് എൻ്റെ ആത്മാവിൻ്റെ ദൗത്യം അല്ലെങ്കിൽ എന്താണ് എൻ്റെ കർമ്മം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ചിലപ്പോൾ അവർ പുറത്തുള്ള ഗുരുക്കന്മാരോട് ചോദിക്കും, അല്ലെങ്കിൽ സ്വയം ഉള്ളിലേക്ക് തിരിഞ്ഞും ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ കുറേ കാലം അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും അത് അങ്ങനെ എളുപ്പത്തിൽ ഒന്നും മറന്നേക്ക് വരികയില്ല. നമുക്ക് ഇന്ന് താല്പര്യമുള്ള പല കാര്യങ്ങളിലും ഉള്ള താല്പര്യം നാളെ നമുക്ക് മാറിപ്പോയെന്ന് വരാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കർമ്മം എത്ര കണ്ട് ചെയ്തിട്ട് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥ വരാം. അനിശ്ചിതത്വത്തിൻ്റെ അവസ്ഥകൾ വരാം. മനുഷ്യൻ്റെ ആത്മാവ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിൽ കൂടെയും കടന്നുപോയി അതിന് വേണ്ടതായിട്ടുള്ള സോൾ ലെസൺസ് കിട്ടിക്കൊണ്ട് അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ആത്മാവിൻ്റെ യഥാർത്ഥത്തിലുള്ള കർമ്മം അല്ലെങ്കിൽ ആ ദൗത്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തിനെ നിർവചിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളത് അത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു അത്ഭുതം തന്നെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ആ സമയം തൊട്ട് ആ മനുഷ്യൻ്റെ ജീവിതം മീനിങ് ഫുള്ളായിട്ട് മാറുകയാണ്. അയാൾ പ്രൊഡക്റ്റീവ് ആകുകയാണ്. അയാൾ സ്വയവും അയാളുടെ കുടുംബത്തിലുള്ളവർക്കും അല്ലെങ്കിൽ അയാളുടെ ചുറ്റിനുള്ളവർക്കും അയാളുടെ സമൂഹത്തിനുമൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചെറുതെന്ന് ചിലപ്പോൾ തോന്നുകയാണെങ്കിലും ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ വലുതായിട്ടുള്ള ഒരു സേവനം കൊടുക്കുകയാണ്, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുകയാണ്, അയാൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. അഥവാ ആക്ഷൻ അല്ലെങ്കിൽ കർമ്മത്തിലൂടെ ഒരു കർമ്മയോഗിയെ പോലെ കർമ്മപാതയിലൂടെ നടന്നുകൊണ്ട് അയാൾക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാനായിട്ട് സാധിക്കുക എൻ്റെ കർമ്മം എന്താണ്, അല്ലെങ്കിൽ ആ കർമ്മത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് ആ ഒരു അവയർനെസ് എനിക്ക് കിട്ടുന്ന സമയത്ത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കുറച്ച് ഇൻസൈറ്റ് പങ്കുവെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പല ആൾക്കാരും എപ്പോഴും പറയുന്നത് എന്തെങ്കിലും ഒരു ജോലി മേടിക്കൂ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പണം ഉണ്ടാക്കൂ എന്നുള്ള ഒരു ഉപദേശമാണ് നമുക്ക് സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ചുറ്റിനുള്ള വ്യക്തികളിൽ നിന്ന് നമ്മൾ ചെറിയ കാലം തൊട്ടേ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് വലിയൊരു ഇല്യൂഷനാണ് സൃഷ്ടിക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരു ജോലി മേടിച്ചിട്ട് പണം ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ഒറ്റ ഉപദേശം കേട്ട് മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുകൊണ്ട് സൗരഭ്യം എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ പറയുന്ന കാര്യവും വളരെയധികം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ സമൂഹത്തിലേക്ക് നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഏകദേശം ഒരു 90% ആൾക്കാരും ഈ പറയുന്ന ഇല്യൂഷൻ, ഈ പറയുന്ന മിഥ്യ, അതായത് ഇങ്ങനെ ഈ പണം ജോലി എന്ന് പറയുന്നത് മാത്രമാണ് സത്യം എന്നുള്ള അല്ലെങ്കിൽ അതിനെ അന്വേഷിക്കൂ എന്നുള്ള സമൂഹത്തിൻ്റെ നമ്മളെ സാധാരണക്കാരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള സാധാരണ മനുഷ്യന്മാരുടെ ഉപദേശത്തിന് വശംവദപ്പെട്ടു പോയിട്ട് അവർ ഈ ഇല്യൂഷനിലേക്ക് ആയി പോവുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ജോലി പിടിക്കുക, എന്തെങ്കിലും രീതിയിൽ പണം ഉണ്ടാക്കുക, അത് നാട്ടിലായാലും അല്ലെങ്കിൽ വിദേശത്തായാലും എന്തെങ്കിലും രീതിയിൽ പണം ഉണ്ടാകും. എന്നാൽ അവരുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ അവർക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? എല്ലാ മനുഷ്യന്മാർക്കും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് അവർ ജനിച്ചു വളർന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര സ്വപ്നം, അല്ലെങ്കിൽ എത്രമാത്രം അവർക്ക് അവരുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നോ അതിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഈ പറയുന്ന മഹാഭൂരിപക്ഷത്തിനും അത് നെഗറ്റീവായിട്ടുള്ളൊരു ആൻസർ ആയിരിക്കും. അതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല, അതിൻ്റെ ഒരു നിരാശ, അതിൻ്റെ ഒരു വിഷമം, പിന്നെ ഈ ഉള്ളതായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പണമുണ്ടാക്കി അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോലി കിട്ടി എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആകുന്ന ആ ഒരു മിഥ്യയിൽ കഴിഞ്ഞു പോകുന്നതായിട്ടുള്ള അവസ്ഥയാണ്. ഞാൻ പറയുന്നത് സാധാരണക്കാരനാകുന്ന അവസ്ഥയെക്കുറിച്ചല്ല നമ്മുടെ ചാനലിലെ ഒരു വീഡിയോയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് എൻ്റെ ഉള്ളിലെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ കണ്ടെത്തിയിട്ട് എനിക്കൊരു അസാധാരണത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് വളരാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോൾ പർപ്പസ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ കർമ്മം അല്ലെങ്കിൽ ദൗത്യം കണ്ടെത്തുന്നതിനോട് നമ്മൾ അടുക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി പിടിക്കുക അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും രീതിയിൽ എനിക്ക് പണം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുക അല്ലെങ്കിൽ എനിക്ക് പ്രശസ്തി ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് വൈ ഐ ആം ഹിയർ, ഞാൻ എന്തുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നു എന്നുള്ള കാര്യത്തിലേക്ക് നമ്മുടെ ചിന്ത പതിയെ മാറിത്തുടങ്ങും എന്നുള്ളതാണ്. ഇതൊരു ചോദ്യമാണ്, എന്തിനാണ് ഞാൻ ഇവിടെ? അത് ചിലപ്പോൾ പുറത്തേക്കായിരിക്കും ആദ്യം ചോദിക്കുന്നത്. പക്ഷെ പിന്നീട് യഥാർത്ഥത്തിൽ എന്തിനാണ് ഞാൻ ഇവിടെ എന്നുള്ള ഉത്തരം കണ്ടെത്തുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ പുറത്തോട്ടുള്ള ചോദ്യം പതിയെ തിരിയും ഉള്ളിലേക്ക്. എന്തിനാണ് ഞാൻ ഇവിടെ? I am thinking about that, why I am here on this planet earth. ഈ ഒരു സമയത്ത്, ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കുടുംബത്തിൽ, ഈ ഒരു നാട്ടിൽ, ഈ ഒരു സമൂഹത്തിൽ ഞാൻ ജനിച്ചിരിക്കുന്നത് എന്തിന് എന്നുള്ളൊരു ചോദ്യം
അതാണ് മനുഷ്യൻ്റെ ജീവിതത്തിനെ അർത്ഥപൂർണമാക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. അല്ലാതെ ദൈവത്തിനോട് എന്തെങ്കിലും യാചിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പറഞ്ഞു തന്നതായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് അതേപടി ചെയ്യുന്നതോ ഒന്നുമല്ല. വൈ ഐ ആം ഹിയർ, ഞാൻ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഞാനിവിടെ ആയിരിക്കുന്നത്? ഈ ചോദ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന ആത്മാവിൻ്റെ കർമ്മം അല്ലെങ്കിൽ ദൗത്യം അല്ലെങ്കിൽ സോൾ പർപ്പസ് കണ്ടെത്തുന്നതിനോട് മുന്നോടിയായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഏറ്റവും വലിയൊരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ പാതയിലൂടെ പോകുന്ന സമയത്ത് ഇപ്പം എൻ്റെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഏറ്റവും ഭൂരിപക്ഷം ആളുകളും എപ്പോഴും തീർച്ചയായിട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. ഒത്തിരി പേർ അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാകും, ആ കർമ്മമേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നവരുണ്ടാകും, അവർക്കൊക്കെ വിജയാശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ പാതയിലേക്ക് വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി സ്പിരിച്വൽ അവേക്കനിങ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ലക്ഷണം തന്നെയാണ് ഈ എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിൽ വരിക എന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് മനഃശാസ്ത്രജ്ഞരും തത്വചിന്തകരും ഒക്കെ പറയുന്നത് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. അതായത് ഈ മനുഷ്യൻ്റെ പല മാനസിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവൻ്റെ പല പരാജയങ്ങളുടെ ഒക്കെ ഈ അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ വാക്വമാണ്. അതായത് ഞാനിവിടെ ആയിരിക്കുന്ന എൻ്റെ അസ്തിത്വത്തിൽ എനിക്കൊരു ശൂന്യത തോന്നുവാണ്. ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത്? അപ്പം എനിക്ക് പലതും ചെയ്തിട്ട് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല. കാരണം എന്താ? എൻ്റെ ആ സോൾ പർപ്പസിലല്ല ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? മറ്റ് രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നതായിട്ടുള്ള റോങ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ലഹരിയാകുന്നതായിട്ടുള്ള സംവിധാനം എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ, ഈ ഒരു ചോദ്യമാണ് അതിലേക്ക് നമ്മളെ വിരൽ ചൂണ്ടി ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇത് മാത്രമല്ല, ദിസ് ഈസ് ജസ്റ്റ് ഇനിഷ്യൽ ആയിട്ടുള്ള ഒരു സൈൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമതായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത്, ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ആത്മാവ് ഒരു കാന്തം പോലെ അടുപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ ഹൃദയത്തിനെ എന്തോ ഒന്ന് വലിച്ചെടുക്കുകയാണ്. എന്താണ് നമ്മുടെ ആ ഒരു ആത്മീയ ഹൃദയത്തിനെ വലിച്ചെടുക്കുന്നതായിട്ടുള്ള സംഗതി? അത് ചിലപ്പം എന്തെങ്കിലും രീതിയിലുള്ള ഒരു സാങ്കേതികപരമായിട്ടുള്ള ഒരു ജോലിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ക്രിയേറ്റീവായിട്ട് കണ്ടെത്തണം എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കാം. ChatGPT നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അത് കണ്ടെത്തണം എന്നുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആശയം അയാളുടെ തലയിൽ ഉദിച്ച് കഠിനമായിട്ട് അഹോരാത്രം അയാൾ പണിയെടുത്തത് കൊണ്ടാണ് ഇന്ന് അങ്ങനെയുള്ളൊരു സൃഷ്ടി ലോകത്ത് വാണുകൊണ്ടിരിക്കുന്നത്. അത് ഏത് മഹാസൃഷ്ടികൾ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയാണ്. അഹോരാത്രം രാത്രിയും പകലും എല്ലാം മറന്ന് പണിയെടുക്കുന്നതായിട്ടുള്ള, ഞാനിവിടെ ആരോഗ്യത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെ കഠിനമായിട്ട് അധ്വാനിച്ചാൽ വിജയിക്കുമെന്നും അല്ല ഞാൻ പറയുന്നത്. സ്മാർട്ട് വർക്ക്, അതിനപ്പുറത്തേക്ക് മൾട്ടി ഡയമെൻഷണൽ വർക്ക് എന്നുള്ള രീതിയിൽ നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ കർമ്മത്തിനെയും നമ്മുടെ ശ്രദ്ധയെയും ഒക്കെ നമുക്കൊരു പോയിന്റിലേക്ക് സന്നിവേശിപ്പിക്കാനായിട്ട് പറ്റുന്ന സമയത്ത് അവിടെയാണ് ഒരു ആൽക്കമി അല്ലെങ്കിൽ ഈ മാജിക്കിൻ്റെ രഹസ്യം, ആ ഒരു കൂട്ട് അവിടെ ശരിയാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മനുഷ്യനും ഈ ആത്മാവിൻ്റെ സോൾ പർപ്പസിനോട് അടുക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ കലയായിരിക്കാം, സാങ്കേതികമായിട്ടുള്ള കാര്യമായിരിക്കാം, ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ എന്തു തന്നെ ആയിക്കോട്ടെ. ഈവൻ ഒരു ശില്പിയാണെങ്കിൽ പോലും നമുക്ക് വളരെയധികം അഭിനിവേശം ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു കാര്യത്തിനോട് ഉണ്ടാവുകയാണ്. ഏതെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യത്തിനോടല്ല. നമ്മളിൽ ഒരു പ്രൊഡക്ഷൻ നടത്താനായിട്ട് സാധിക്കുന്നു, നമ്മുടെ ഒരു സെൽഫ് എക്സ്പ്രഷൻ നമുക്കതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുന്നു, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു. ആൻഡ് ദാറ്റ് ഫിൽസ് ദ ഗ്യാപ്പ്. എന്തോ ഒക്കെയോ തമ്മിലുള്ള ഒരു കുറവുകളെ, ഗ്യാപ്പുകളെ, വിടവുകളെ ഒക്കെ നമ്മുടെ ഈ സൃഷ്ടി ഫില്ല് ചെയ്യുകയാണ്. നിങ്ങൾ ഓരോ ബിസിനസ് എടുത്തു നോക്കുകയാണെങ്കിലും ഓരോ മഹത് വ്യക്തിത്വങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിലും ഒക്കെ അവർ സമൂഹത്തിൻ്റെ വലിയൊരു നീഡ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ വിജയിച്ചതും അവർ എല്ലാ കാലത്തും ഓർത്തിരിക്കുന്നതും. ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് വിജയിച്ച ആളുകളുടെ ഒക്കെ. പ്രധാനമായിട്ടും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും എന്നുള്ളൊരു മനസ്സ് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന കർമ്മം എന്നുള്ളത് മറ്റുള്ളവർക്ക് ഉപകാരത്തിൽ കൊള്ളണം എന്നുള്ളൊരു മനസ്സ്. ഇനി ആ മനസ്സില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യം വേറൊരാൾക്ക് ഉപകാരപ്പെടുന്നു, ഒരു സർവീസ്, അത് യൂസ്ഫുൾ അല്ലാത്തൊരു കാര്യമായിട്ടാണ് നമ്മൾ ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ അത് ആർക്കും ഉപകാരപ്പെടുന്നില്ല, അത് ഈ പറയുന്നത് പോലെ വിജയത്തിലേക്ക് പോകുന്നുമില്ല. അപ്പോൾ ബേസിക്കായിട്ട് നോക്കൂ, നമ്മൾ ഒരു മൂല്യം ഇൻപുട്ട് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അതിനെ കൊണ്ടുവരുമ്പോഴാണ് അത് വിജയിക്കുന്നത്. ഇപ്പോൾ ഒരു ഭക്ഷണത്തിൻ്റെ വ്യവസായം നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഹോട്ടലുകൾ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകൾ, തട്ടുകട തൊട്ട് 5 സ്റ്റാർ ഹോട്ടൽ വരെയുള്ള സംവിധാനങ്ങൾ നമുക്കിന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ നമ്മളൊന്ന് ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീട്ടിൽ ഭക്ഷണം എത്തും, നമുക്ക് ഓർഡർ ചെയ്യാൻ ഉള്ള സൗകര്യങ്ങളും എല്ലാം നമുക്കിന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഏത് ബിസിനസ് ആയാലും ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ ചില ഹോട്ടലുകളൊക്കെ തുടങ്ങുമ്പോൾ ആദ്യകാലത്ത് നല്ല വൃത്തിയിൽ തുടങ്ങും, പിന്നെ അങ്ങോട്ട് പതിയെ അതിൽ കലർപ്പുകൾ വരും, ചിലവ് ചുരുക്കിയിട്ട് കൂടുതൽ കൊടുക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ആൾക്കാരെ എങ്ങനെ കൂടുതൽ അഡിക്റ്റ് ആക്കാം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് പല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷെ അതൊക്കെ ഒരു ടെമ്പററി ആണ്. അതിന് പകരം നമുക്ക് നല്ല സർവീസ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ നിലനിന്ന് പോകുന്ന നമുക്ക് കാണാം, അല്ലെങ്കിൽ വ്യക്തികൾ ദീർഘകാലം നിലനിന്ന് പോവുകയും വിജയിച്ചു പോവുകയും ചെയ്യുന്ന കാണാം. അത് പൊളിറ്റിക്സിലായാലും എവിടെയായാലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ചെയ്യുന്ന സേവനം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അതിൻ്റെ ഡിസൈൻ വരുന്നു. അത് ഉപകാരം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കില്ല ചിലപ്പോൾ ചെയ്യുന്നത്, എനിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും ഞാൻ ചെയ്യുന്നത്. ബട്ട് അത് വേറൊരാൾക്ക് ആത്യന്തികമായിട്ട് യൂസ്ഫുൾ ആയിട്ട് വരികയാണ്. എത്ര മനോഹരമായിട്ടാണ് ഈ വിജയത്തിൻ്റെ ഈ രഹസ്യത്തിനെ ആലേഖനം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ടുള്ള കാര്യം അപ്രതീക്ഷിതമായിട്ടുള്ള കോയിൻസിഡൻസുകൾ അല്ലെങ്കിൽ സിങ്ക്രോണിസിറ്റീസ് ആണ്. അതായത് വിചാരിച്ച സമയം അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ സമയത്ത് അത് നടക്കുന്നു. നമുക്ക് വേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ വലിയ എഫേർട്ട് എടുത്തിട്ടില്ലെങ്കിൽ പോലും അത് നമ്മുടെ മുന്നിലേക്ക് ഒരുങ്ങി എത്തുകയാണ്. നമുക്ക് വേണ്ടതായിട്ടുള്ള വ്യക്തികൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. നമ്മുടെ അടുത്തു നിന്ന് മാറിപ്പോകേണ്ടതായിട്ടുള്ള തടസ്സങ്ങളും വ്യക്തികളും നമ്മുടെ അടുത്തു നിന്ന് മാറിപ്പോവുകയാണ്. അങ്ങനെ പ്രപഞ്ചം നമുക്ക് വേണ്ടി വഴി തെളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നേരത്തെ ആ പറഞ്ഞ ആദ്യത്തെ ചോദ്യം ഉണ്ടല്ലോ, വൈ ഐ ആം ഹിയർ, ഞാൻ എന്തുകൊണ്ട് ഇവിടെ എന്നുള്ള ആ ചോദ്യം ഉള്ളിലേക്ക് നോക്കി നമ്മൾ ചോദിക്കുന്ന സമയത്ത് തന്നെ പ്രപഞ്ചം വിളി കേട്ടു എന്നുള്ളതാണ്. അവിടെ ഒരു യാചനയുടെ ആവശ്യമില്ല. ഇത് പ്രപഞ്ചം തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ വഴി ഒരുക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. നമ്മൾ അതിലേക്ക് വേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അത് ജെനുവിനായിട്ടുള്ള ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും പ്രപഞ്ചം നമ്മുടെ മുന്നിലേക്ക്, ഒരു ടെമ്പററി ആയിട്ടുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ പോലും അതെല്ലാം നീക്കി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരും. ആ മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് സാക്ഷിയാകാനായിട്ട് സാധിക്കും. നമ്മൾ ശരിയായ പാതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ച് ആയിട്ടുള്ള ഒരു വർക്കാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ പല തിരിച്ചടികൾ കിട്ടുന്ന സമയത്തും ജീവിതത്തിൽ പല സപ്പോർട്ട് കിട്ടുന്ന സമയത്തും രണ്ടും നമ്മളെ ഒരേ വഴിയിലേക്ക് വഴി നടത്തുകയാണ്. അതായത് നമ്മൾക്കുണ്ടാകുന്ന തടസ്സങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്തുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് റീഡയറക്റ്റിംഗ്. ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരേ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും, നമ്മൾ സോൾ പർപ്പസ് തിരിച്ചറിയുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ അന്തരംഗങ്ങളിൽ നിന്ന് സ്ഥിരമായിട്ടുള്ള ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. നമ്മൾ ഓരോ ഘട്ടങ്ങളിൽ ഇനി എന്ത് എന്നുള്ളത് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇനി ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ളതായിട്ടുള്ള ശക്തവും വ്യക്തവുമായിട്ടുള്ളതായിട്ടുള്ള അന്തർജ്ഞാനം നമ്മുടെ ബ്രെയിനിലേക്ക് വരികയാണ് എന്നുള്ളതാണ്. ഇതും തീർച്ചയായിട്ടും പ്രപഞ്ചത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ സോള് കൃത്യമായിട്ട് അത് എവിടേക്കാണോ ട്യൂണിൻ ആകേണ്ടത് അവിടേക്ക് ട്യൂണിൻ ആയിക്കൊണ്ട് അവിടെ നിന്ന് ഈ ഊർജങ്ങളെ ഒക്കെ ആകർഷിച്ചെടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് തന്നെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ അർത്ഥതലങ്ങളിൽ നടക്കുന്നതായിട്ടുള്ള കാര്യം. അല്ലാതെ എന്തെങ്കിലും നടക്കണം എന്ന് കുറേ എന്താ പറയുക മനസ്സിലിങ്ങനെ വെറുതെ ഫോഴ്സ്ഫുള്ളായിട്ട് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾ യഥാർത്ഥത്തിൽ ഇത് നടക്കും, ഇതെന്നിലേക്ക് വന്നെത്തി കഴിഞ്ഞിരിക്കുന്നു, എന്നെക്കൊണ്ട് ഇത് സാധിക്കും എന്നുള്ള കാര്യം, ഞാനിതിലേക്ക് ഓൾറെഡി ദ യൂണിവേഴ്സ് എന്നെ റീഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു അവബോധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവബോധം ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്യുകയാണ്. നമ്മുടെ വീടിൻ്റെ ഫൗണ്ടേഷൻ തറക്കല്ലിടുന്നതാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തറയാണ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന അവബോധം എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഓൾറെഡി ദെയർ എന്നുള്ള ആ ഒരു ശക്തമായിട്ടുള്ള വിശ്വാസം എന്നുള്ളത്, അല്ലാതെ ഫോഴ്സ്ഫുള്ളായിട്ട് അടിച്ചേൽപ്പിക്കുന്നതല്ല വിശ്വാസം, യാചിക്കുന്നതല്ല വിശ്വാസം എന്നുള്ളത് പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിലുള്ള ആത്മീയതയിൽ അത് നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും, ഏത് മതത്തിൽ വിശ്വസിക്കാത്ത ആളാണെങ്കിലും, ഏത് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, യുക്തിപരമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ആത്മീയ തത്വങ്ങളിൽ സംശുദ്ധമായിട്ടുള്ള യുക്തി കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. മറ്റൊരുപാട് ദുഃഖങ്ങൾ ഉണ്ടായിരിക്കാം, ജീവിതത്തിനെ പിടിച്ചുലയ്ക്കുന്ന വലയ്ക്കുന്നതായിട്ടുള്ള ദുഃഖങ്ങളുണ്ട്. പക്ഷേ ഈ കർമ്മം ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ പാടെ മറന്നു പോവുകയാണ്. ഇതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ആനന്ദം, ഇതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും കഴിഞ്ഞ് ലക്ഷ്യത്തിനോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന ആ അവസരങ്ങളിൽ കിട്ടുന്നതായിട്ടുള്ള നിർവൃതി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ യുവർ ബ്രെയിൻ എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനോ നിങ്ങളുടെ ബുദ്ധിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറിനോ ഉള്ളത് മാത്രമല്ല,
തീർച്ചയായിട്ടും ആത്മീയ നിർവൃതിയാണ് നിങ്ങൾ കർമ്മത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്തും ശരിയായ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത് നൽകുന്നതായിട്ടുള്ള സംതൃപ്തി നിങ്ങളുടെ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും പരാജയങ്ങളെയും നെഗറ്റിവിറ്റീസിനെയും ഒക്കെ അവിടെ ഇല്ലാതാക്കി കളയുകയാണ്, നിഷ്പ്രഭമാക്കി കളയുകയാണ്. കാരണം നിങ്ങളൊരു സിംഹത്തിനെ പോലെ കൂടുതൽ ഊർജ്ജസ്വലനോ അല്ലെങ്കിൽ ഊർജ്ജസ്വലയോ ആയിക്കൊണ്ട് നിങ്ങളുടെ പ്രഭയോടുകൂടി നിങ്ങൾ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് പ്രപഞ്ചത്തിനുള്ളത് ഒരു നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ആൻഡ് യു ആർ ഓൾറെഡി ഇൻ ദാറ്റ് ട്രാക്ക് എന്നുള്ളത്, ആ പാതയിലൂടെ നിങ്ങൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അവബോധം ഉണ്ടാക്കുകയാണ്. സാധാരണ ചിന്തകൾക്കപ്പുറം മറ്റുള്ളവർക്കും പ്രകൃതിക്കും ഗുണം ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വലിയ വലിയ കോടീശ്വരന്മാരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. പുറത്ത് പറഞ്ഞും പറയാതെയും അറിഞ്ഞും അറിയാതെയും ഒക്കെ ഒരുപാട് മനുഷ്യ ജീവിതങ്ങളെ രക്ഷപ്പെടുത്തുന്നതായിട്ടുള്ള ഒരുപാട് കോടീശ്വരന്മാർ, ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അവർ ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ട്, അവർ പണക്കാരാണ്, ദേ ആർ ഓൾറെഡി റിച്ച്. ഈ പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരു മനുഷ്യന് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് അവൻ്റെ ഭൗതിക ജീവിതത്തിനെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പണ്ട് മഹത് വ്യക്തിത്വങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് വിശക്കുന്നവൻ്റെ മുന്നിൽ പോയിട്ട് തത്വശാസ്ത്രവും അല്ലെങ്കിൽ ആത്മീയതയൊക്കെ പറയുന്നതിനപ്പുറത്ത് അവൻ ആദ്യം ഭക്ഷണം കൊടുത്തതിന് ശേഷം നിങ്ങളവനെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ തത്വശാസ്ത്രങ്ങളും ആത്മീയതയും ഒക്കെ പറയുക എന്നുള്ള ആ വാക്കുകൾ നമ്മുടെ മനസ്സിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ആധുനിക കാലത്ത്, ഈ കലിയുഗത്തിൽ ഇത് അത്യന്താപേക്ഷിതമാണ്. അതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. യുദ്ധങ്ങളുടെയും മറ്റ് പല രീതിയിലുള്ള പ്രശ്നങ്ങളുടെയും നടുവിൽ നിൽക്കുന്ന ജനത്തിന് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതി മനുഷ്യനെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒരു മനുഷ്യൻ ഉയർന്നു പോകുന്ന സമയത്ത് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകുന്നത് പോലെ തന്നെ പാരിസ്ഥിതികമായിട്ടും നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാകുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് വി ആർ ക്ലോസ് ടു അവർ സോൾ പർപ്പസ്. പ്രതിസന്ധികളെ നമുക്ക് വളർച്ചയായിട്ട് കാണാനായിട്ട് സാധിക്കുകയാണ്. എന്ത് തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്ത് രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കുകയാണ്, ഇത് എനിക്ക് കിട്ടിയ ഒരു ശിക്ഷയല്ല. ഐ ആം ലേണിംഗ്, ഐ ആം ഗ്രോയിങ്. പുറത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആത്മാവിൻ്റെ ഈ കർമ്മവഴിയിലൂടെ നടക്കുന്ന സമയത്തുള്ള സന്തോഷം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതുതന്നെയാണ് ആത്മീയപാതയിലൂടെ നടന്നിട്ടുള്ള ഋഷിവര്യന്മാർ മുതൽ, അല്ലെങ്കിൽ സെയിൻസ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾ മുതൽ വലിയ രീതിയിൽ വിജയം കണ്ടിട്ടുള്ള ബിസിനസ്സുകാരോ സയൻറ്റിസ്റ്റുകളോ വരെയുള്ള എല്ലാത്തരം മനുഷ്യരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വി ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ക്രിയേഷൻ. നമ്മൾ സൃഷ്ടിയിൽ ക്രിയാത്മകമായിട്ട് ഇടപെടുകയാണ്. നമ്മളും സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് യു ആർ ദ ക്രിയേറ്റർ എന്നുള്ളതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്, അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നുള്ളത്, അതിൻ്റെ അർത്ഥതലങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും കൂടെ ഞാൻ ഈ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അന്തർജ്ഞാനം അല്ലെങ്കിൽ ഉൾവെളിച്ചം അല്ലെങ്കിൽ ഇൻസൈറ്റ്സ് സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഉള്ള അവബോധത്തോടുകൂടി തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി നിർത്തുകയാണ് എന്നുള്ള അവബോധത്തോടുകൂടി ഞാൻ ഇവിടെ താൽക്കാലികമായിട്ട് നിർത്തുകയാണ്. എല്ലാവർക്കും കർമ്മപാതയിലൂടെ നടന്ന വിജയത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കട്ടെ. എല്ലാ പ്രതിസന്ധികൾക്കും അപ്പുറത്തേക്ക് ദൈവത്തിനോടൊപ്പം തന്നെ സൃഷ്ടിയിലൂടെ പങ്കെടുത്തുകൊണ്ട് നിങ്ങളും സൃഷ്ടാവിനോട് സമപ്പെടുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് നിങ്ങൾ മെർജ് ചെയ്യുന്ന, ഐക്യപ്പെടുന്നതായിട്ടുള്ള ഒരു ആത്മാവായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ ദർശിക്കാം. നമസ്തേ.